അടിച്ച് കഴിഞ്ഞപ്പോൾ അതായത് നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ട് വന്നത് കളറല്ല, പകരം അതൊരു സെലക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ചെയ്തത്, അതായത് ടൈപ്പ് ചെയ്തത് കളർ ഫില്ലായിട്ടല്ല വന്നത്, അതിന് പകരമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൽ കാണുന്നുള്ളത്. അതിൻ്റെ ആ ഒരു സെലക്ഷൻ കൂടി വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലെയർ എടുത്ത് ലെയർ മാസ്ക് അടിച്ച് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫില്ലിനകത്തായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നതായിട്ട് കാണാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുക്കാം. അതായത് കൺട്രോൾ ജെ അടിച്ചുകൊണ്ട് ആ ഒരു ടെക്സ്റ്റ് മാത്രം വേറെ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല, ഇത് ലെയേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതുപോലെ ടെക്സ്റ്റ് എഴുതിയത് വേറെ ഒരു ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ലെയർ 2 എന്നുള്ള ലെയർ എടുത്തിട്ട് ഞാൻ ഒന്ന് ഡബിൾ ക്ലിക്ക്, അതായത് എഫക്ട്സ് ലെയർ സ്റ്റൈലിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആ ഒരു ടെക്സ്റ്റ് അതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫില്ലായിട്ട് വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ അതേപോലെ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് സ്ട്രോക്കാണ് കൊടുക്കുന്നുള്ളത്. ഇതേ ഒരു ഭാഗത്തായിട്ട് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ വരുന്നതായിരിക്കും. ഇതിൽ അതേപോലെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കളറാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിത് 3 കൊടുക്കുന്നത്, അതിൻ്റെ സൈസ് ഞാൻ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പൊസിഷൻ നിങ്ങൾക്ക് ഇൻസൈഡോ ഔട്ട് സൈഡോ സെൻറ്ററിലോട്ടോ ചേഞ്ച് ആക്കി വയ്ക്കാൻ പറ്റും. ഞാൻ ഔട്ട് സൈഡിലാണ് കൊടുക്കുന്നത്. ഓക്കെ അടിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ, അതായത് ഇതുപോലെയൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ, അതായത് ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂളോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂളോ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂളാണ്. ഇതേപോലെ തന്നെയാണ് വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂൾ വരുന്നുള്ളത്. ഇത് ഞാൻ എടുക്കുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈസ് ഞാൻ 35 കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ടിക്ക് അടിക്കുന്നുണ്ട്. ഇനി ഒരു സെലക്ഷൻ നിങ്ങൾക്ക് മൂവ് ആക്കി വെക്കണം, അതായത് നമുക്ക് മൗസ് കൊണ്ട് മൂവ് ആക്കാൻ കഴിയില്ല, അതേപോലെ നമുക്ക് കീബോർഡ് വെച്ചിട്ടൊക്കെ മൂവ് ആക്കാൻ പറ്റും. ടൈപ്പ് ടൂൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കീബോർഡ് വെച്ച് ഈ ഒരു സെലക്ഷൻ നമുക്ക് മൂവ് ആക്കാൻ പറ്റും. ഞാനിതിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ഞാൻ കൺട്രോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ലായിട്ട് പുതിയൊരു കോപ്പിയായി, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു ലെയർ ആയിട്ട് ലെയർ 2 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഞാൻ ലെയർ സ്റ്റൈലിൽ പോയി ഡ്രോപ്പ് ഷാഡോവും അതേപോലെ, ഇത് നമ്മൾ മുമ്പൊരിക്കൽ ഇതേപോലെ കൊടുത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ച്. അതേപോലെ തന്നെ സ്ട്രോക്കും കൊടുക്കുന്നുണ്ട്. ശേഷം ഓക്കെ അടിക്കുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് ഇനി ഹൈഡ് ചെയ്ത് നോക്കാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ മാസ്ക് ചെയ്ത് എടുക്കുന്ന സംഭവം തന്നെ ഒന്ന് കോപ്പി എടുത്ത് വെച്ചതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കത് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരുന്നുള്ളത്. അതല്ല ബാക്ക്ഗ്രൗണ്ടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു ലെയറും കൂടി എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂളും അതേപോലെ വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂളും പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്നുള്ളത് പെൻ ടൂളാണ്. ഒരു ടൈപ്പ് ടൂളിൻ്റെ മുകളിലായിട്ടാണ് പെൻ ടൂൾ വരുന്നുള്ളത്. ഞാൻ ഈ ഒരു ഇമേജ് ഒക്കെ ഇടുന്ന ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. പെൻ ടൂൾ ഇതേപോലെ എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ 6 രീതിയിലുള്ള പെൻ ടൂൾസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അതിൽ ആദ്യമുള്ളത് പെൻ ടൂളും, രണ്ടാമത് ഫ്രീ ഫോം പെൻ ടൂളും, അതേപോലെ കർവഞ്ചർ പെൻ ടൂളും, ആഡ് ആങ്കർ പോയിന്റ് ടൂളും, ഡിലീറ്റ് ആങ്കർ പോയിന്റ് ടൂളും, അതേപോലെ കൺവേർട്ട് പോയിന്റ് ടൂളാണുള്ളത്. നമുക്ക് ആദ്യം ഇതിൽ പെൻ ടൂൾ എടുക്കാം. ഫോട്ടോഷോപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് പെൻ ടൂൾ എന്ന് പറയുന്നത്. പല രീതിയിലുള്ള യൂസും പെൻ ടൂളുണ്ട്. അതായത് നമുക്കിപ്പോൾ ഷേപ്പും അതേപോലെ ഒരു ഒബ്ജക്റ്റിനൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ പെൻ ടൂൾ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ കുറേ സെലക്ഷൻ ടൂൾസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. അതല്ലാന്നുണ്ടെങ്കിൽ എഡ്ജൊക്കെ കറക്റ്റായി പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻ ടൂൾ വരച്ചുകൊണ്ട്
കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പെൻ ടൂൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് മീത്ത കാണുന്നത്. അത് കഴിഞ്ഞ് ടോപ്പിലായിട്ട് മെനു ബാർ താഴെയായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ഉള്ളത്, അതായത് ഷേപ്പ്, പാത്ത്, പിക്സൽസ് എന്നുള്ളത്, അത് ഷേപ്പിലേക്ക് മാറ്റണം. ഷേപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഫില്ലും സ്ട്രോക്കൊക്കെ വരുന്നതായിരിക്കും. ഷേപ്പ് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ അടുത്തായിട്ടുള്ളത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ഫില്ലാണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നുള്ളത് സ്ട്രോക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ഒരു സ്ട്രോക്കിൻ്റെ ഓപ്ഷനാണ്, അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ട്രോക്ക് ഏത് രീതിയിലാണ് വേണമെന്നുള്ളത്, ആ ഒരു സ്റ്റൈലാണ് ഇത് കാണിക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആങ്കർ പോയിന്റ് വരുന്നതായിരിക്കും. അതിനുശേഷം വരുന്ന ആ ഒരു ലൈൻ പോലെയുള്ളതിനാണ് പാത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിനെ പാത്ത് എന്ന് പറയും. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ആ ഫില്ല് എന്ന് പറഞ്ഞ കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ സ്ട്രോക്കും ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്കറിയാത്തത് സ്ട്രോക്ക് എന്താണെന്നുള്ളത്. ഞാനിതിൻ്റെ ഫില്ലൊന്ന് എടുക്കുന്നുണ്ട്. കളർ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചേഞ്ച് ആക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പിക്ക് ആക്കാനാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ പിക്കർ എന്നുള്ള ബോക്സ് എടുത്തതിന് ശേഷം ഈ കളർ പിക്ക് ചെയ്തും ചെയ്യാൻ പറ്റും. ഓക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു ഫില്ലിൻ്റെ ഭാഗത്ത് ഗ്രേഡിയൻ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രീസെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് ഗ്രേഡിയൻ്റ് ടൂൾ പഠിച്ചതാണ്. അതിലുള്ള ഓപ്ഷൻസ് ആണ് ഇതിലും വരുന്നുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ആക്കാനൊക്കെ പറ്റും. ഇനി അതല്ല ഇതുപോലെ പ്രീസെറ്റ് ആയിട്ടുള്ളതിന് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് വരുന്നാൽ മതി. നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് വരുന്നതായിരിക്കും. ഇനി അതല്ല പാറ്റേൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റിലെ ഓപ്ഷനാണ് പാറ്റേൺ എന്നുള്ളത്. ഈ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ ഇതേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഗ്രേഡിയൻ്റ് ആയിട്ട് പാറ്റേൺ ആയിട്ടാണ് നിങ്ങൾക്ക് ഫില്ല് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഫില്ലേ വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഭാഗത്ത് ഫില്ല് വേണ്ട, അതല്ലെങ്കിൽ സ്ട്രോക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ഒഴിവായി പോകുന്നതായിരിക്കും. ഇനി നമുക്ക് സ്ട്രോക്ക് നോക്കാം. അതേപോലെയാണ് സ്ട്രോക്ക് വരുന്നുള്ളത്. ഫസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ആ ഒരു കളർ പാലറ്റ്, അതായത് നിങ്ങൾക്ക് ഏത് കളറാണോ സ്ട്രോക്ക് ആയിട്ട് വേണ്ടത് അത് ഇതേപോലെ സെലക്ട് ആക്കാനാണ്. ഇനി അതേപോലെ സ്ട്രോക്ക് വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റും. എത്രയാണ് വേണ്ടത് ആ ഒരു ഇതനുസരിച്ച് കൂട്ടാൻ പറ്റും. ഈ സ്ട്രോക്ക് അതേപോലെ ഗ്രേഡിയൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുക്കാം. അതല്ല പാറ്റേൺ ആയി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇനി സ്ട്രോക്കും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്താൽ മതി. നമുക്ക് ഒന്നെങ്കിൽ ഫില്ല് അല്ലെങ്കിൽ സ്ട്രോക്ക്, അതല്ലെങ്കിൽ ഫില്ലും സ്ട്രോക്ക് ഒന്നിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു കളറാണ് ഇവിടെ സ്ട്രോക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നുള്ളത് ആ ഒരു സ്ട്രോക്കിൻ്റെ സ്റ്റൈല്, ആ ഒരു സ്ട്രോക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു സ്റ്റൈലിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 3 സ്റ്റൈൽസ് എനിക്ക് വരും. ഇതുപോലെയും ചെയ്യാം. അതല്ല ഈ ഒരു സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്ട്രോക്ക് കൂട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ആ ഒരു ഇത് വരുന്നതായിരിക്കും. അപ്പോൾ എത്ര സ്ട്രോക്കാണ് വേണ്ടത് അത്ര ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രോക്കിൻ്റെ സ്റ്റൈൽ അതനുസരിച്ച് മാറുന്നതാണ്. ഇത് പഴയ പോലെ തന്നെ ആക്കുന്നുണ്ട്. സ്ട്രോക്ക് ഞാനൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷേപ്പൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് സ്ട്രൈറ്റ് ലൈൻ അല്ലാതെ ഇതേപോലെ കേവായി കൊണ്ടും വരയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് കേവാക്കി ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും പെൻ ടൂൾ ഉപയോഗിച്ച്. ഞാൻ ഈ ഒരു ഭാഗം കേവായി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കാൻ പോകുന്നത് ഇതേപോലെ ആ ഒരു കേവായിട്ടുള്ള രൂപത്തിലായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ട ആ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ട് പിടിച്ച് ഈ ഒരു സെൻട്രലായിട്ട് കാണുന്നിടത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു മൗസിൻ്റെ ആ ഒരു ഐക്കണ് ചേഞ്ച് ആവുന്നത് കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പഴയതുപോലെ പെൻ ടൂളിൽ നോർമലി ഉള്ളതുപോലെ തന്നെ പറ്റും. ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി നമുക്ക് പെൻ ടൂൾ വെച്ച് എങ്ങനെയാണ് കട്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ഒരു ഇമേജ് ഒക്കെ എങ്ങനെയാണ് കട്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഇമേജും കൂടി ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു ഇമേജ് ഫയൽ മാനേജറിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഇമേജാണ് ഞാൻ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരുന്നുള്ളത്. അതിനുശേഷം ഞാൻ ടിക്ക് അടിക്കുന്നുണ്ട്. ഈ ഒരു കവർ പേജ് മാത്രം നമുക്ക് കട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെൻ ടൂൾ എടുത്തതിന് ശേഷം സൂം ചെയ്ത് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായി ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സ്പേസ് ബാർ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഹാൻഡ് ടൂൾ ആയിരിക്കും വരുന്നുള്ളത്. അതായത് ഏത് ടൂൾ എടുത്ത് സ്പേസ് ബാർ പിടിച്ചാലും ഹാൻഡ് ടൂൾ ആയിരിക്കും. ആ സ്പേസ് ബാർ വിട്ട് കഴിഞ്ഞാൽ
അതും അങ്ങ് ഒഴിവാകുന്നതായിരിക്കും. ഇതേപോലെ ഞാൻ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ പിന്നെ ക്ലിക്ക് ചെയ്യുന്നുള്ളത്. അതിൻ്റെ 4 കോണിലും ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ഷേപ്പായി വരയ്ക്കുന്നുണ്ട്. ഇപ്പം ഇത്ര ഭാഗം ഞാൻ ഇതുപോലെ ഷേപ്പായി വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് സ്ട്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഒഴിവാക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ ഒരു സെലക്ഷനെ, അതായത് ഈ ഒരു ഷേപ്പ് സെലക്ഷൻ വരാനായിട്ട് കൺട്രോൾ എൻ്റർ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കീബോർഡിൽ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പിലായിട്ട്, അതായത് ആ ഒരു സ്ട്രോക്കിലായിട്ട് സെലക്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്ട്രോക്ക് അല്ല വേണ്ടത്, ആ ഒരു ഇമേജിൽ ആ ഒരു ഒബ്ജക്റ്റാണ് കട്ടായി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ, അതായത് നമ്മൾ ഇമേജ് ലെയർ എടുത്തതിന് ശേഷം ലെയർ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ മതി. ഇതേപോലെ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് കട്ടായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ പുറമെ സ്ട്രോക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് വേണമെന്നുള്ള ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, എഡ്ജൊക്കെ കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പെൻ ടൂൾ വെച്ച് ഇമേജൊക്കെ, അതായത് ഒബ്ജക്ട്സ് ഒക്കെ കട്ട് ചെയ്യാറുള്ളത്.